മേലുരച്ചാർക്കും ഭവിപ്പാൻ തക്കവണ്ണം ആണതിൽ കോർത്തിട്ടുള്ളതെന്ന വാസ്തവം ഊരി വല്ലതും കുറവ് ഇതിലുണ്ടായാൽ അത് പുറത്ത് അലല്ലകറ്റുവാനിതിനുള്ള സംഭൂജ്യയോഗം. എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധ സാഗരത്തിലേക്ക് സ്വാഗതം. എന്നും നമ്മൾ പറയുന്നത് ഇന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വില്വാദി കൽപ്പ ഗുളിക എന്നതിന് പറയും. അതായത് വില്വകൽപ്പ ഗുളിക ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കുണ്ടാകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെന്നും പറയുന്നതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഞാനുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ കഴിച്ചാൽ മാറുന്ന രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞല്ലോ വില്വ കൽപ്പ ഗുളിക എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണക്കെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഉരുട്ടി നിഴലിൽ ഉണക്കിയാണ് ഇതിനെ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ഈ വില്വ കൽപ്പം ഗുളിക അതായത് സർപ്പവിഷത്തിനൊക്കെ, അതുപോലെ തന്നെ ചിലന്തി വിഷങ്ങൾക്ക്, അതുപോലെ തന്നെ തേൾ വിഷങ്ങൾക്ക്, അതുപോലെ ഏറ്റവും ശരീരത്തിലുണ്ടാകുന്ന വിഷൂചിക എന്ന് പറയും. അതായത് വിഷൂചിക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന കണക്കുള്ള രോഗങ്ങൾ, പിന്നെ വിഷൂചികയും അങ്ങനെ ജ്വരങ്ങൾക്ക്, ഒരുമാതിരിപ്പെട്ട എല്ലാ ജ്വരത്തിനും, സന്നികൾക്കും, അതായത് ജ്വരത്തിൽ തന്നെ സന്നി പാത ജ്വരം എന്ന് പറയുന്ന ജ്വരമുണ്ട്, അതിന് വരെ ഇത് ആദിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അതൊക്കെ നമുക്ക് ശരീരത്തിലുള്ള വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്നും മാറ്റിയെടുക്കാനും ഈ വില്വകൽപ്പം ഗുളിക നമുക്ക് ഉതകുന്നതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് മരുന്നുള്ളത് കൊണ്ടും ഇതിന് ജീവന ചില കാര്യങ്ങളാൽ കാര്യങ്ങളുള്ളത് കൊണ്ടുമാണ് ഞാനതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗുളിക ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എല്ലാവരുടെയും പൈതൃകമാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത്. നമ്മളുടെ ആരെയും നിഷ്ഠയ്ക്കും നിശ്ചയത്തിനും നമ്മൾ നോക്കാത്തത് കൊണ്ടുണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ ദിവസങ്ങളിലുള്ള, അതായത് ദിനചര്യയിലുള്ള വ്യതിയാനങ്ങളും നമ്മളുടെ ആവശ്യമില്ലാത്ത നിഹാരങ്ങളും കൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ നിങ്ങൾ ചുറ്റുവട്ടത്തും കൊണ്ട് ഔഷധങ്ങളൊക്കെ, ആ ഔഷധങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെ മാറ്റാം എന്നൊന്നും തന്നല്ല, അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിനെ ഈ പ്രതിരോധശേഷി ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് എല്ലാ രീതിയിലും നമ്മൾ ഏറ്റവും നിഷ്ഠയില്ലായ്മയിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് ഇന്ന് നമുക്ക് കൂടുതലും രോഗങ്ങൾക്ക് കാരണം. കാര്യം ഇന്ന് നമ്മൾ കൂടുതലും കഴിക്കുന്നത് വിഷരഹിതമായ ആഹാരങ്ങളും വേണം കഴിക്കാൻ. പക്ഷേ നമ്മൾ ഈ വിഷരഹിതത്തിന് പകരം വിഷം ചേർക്കുന്നതാണ് എല്ലാവരും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണം. രണ്ടാമെന്ന് പറഞ്ഞാൽ വ്യായാമം. നമുക്ക് മനുഷ്യർക്ക് വ്യായാമം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏറ്റവും. അതായത് ശരീരം ഓർത്താൽ ഇത് കർമ്മസംഭവം എന്നാണ്. അത് ശരീരം ഓർത്താൽ ജോലി ചെയ്യണമെന്നാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം അതപ്പം ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഈ ജോലി ചെയ്യാൻ, കർമ്മം ചെയ്യാനുള്ളതാണെന്നാണ് ആചാര്യം പറയുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലെല്ലാം നിഷ്ഠയോടുകൂടി പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.